റവന്യൂ ഓഫീസുകളിൽ നടന്ന് ചെരുപ്പ് തേഞ്ഞ മനുഷ്യരുടെ കഥകൾ പലത് നമ്മൾ കേട്ടിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് കൂടുതൽ സൗകര്യമൊരുക്കുമെന്ന് മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും ആവർത്തിച്ചു പറഞ്ഞുവെങ്കിലും ഉദ്യോഗസ്ഥരുടെ സമീപനങ്ങളിൽ മാറ്റമില്ല. തിരുവനന്തപുരത്ത് ഒരു യുവാവ് ഭൂമി തരം മാറ്റാൻ സർക്കാർ ഓഫീസുകളിൽ വർഷങ്ങളായി കയറിയിറങ്ങുകയാണ്. വിചിത്രമായ അനുഭവങ്ങളാണ് യുവാവിന് നേരിടേണ്ടി വരുന്നത്. വട്ടിയൂർക്കാവ് സ്വദേശി അജയ് ഈ ഓട്ടം തുടങ്ങിയിട്ട് വർഷം 3ആയി. ഓരോ തവണ റവന്യൂ ഓഫീസുകൾ കയറിയിറങ്ങുമ്പോഴും ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്നത് മുടന്തൻ ന്യായങ്ങൾ മാത്രം. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വരെ പരാതി എത്തിച്ചിട്ടും ഈ യുവാവിന്റെ ആവശ്യങ്ങളിൽ ഒരു പരിഹാരവും ഉണ്ടാകുന്നില്ല. വട്ടിയൂർക്കാവ് വില്ലേജ് പരിധിയിൽ വരുന്ന 10 സെന്റ് നിലം പുരയിടമാക്കാനാണ് അജയ് 3 വർഷമായി സർക്കാർ ഓഫീസുകളിൽ നിരന്തരം കയറിയിറങ്ങുന്നത്. 2021 ആദ്യം സർക്കാർ നോട്ടിഫിക്കേഷനെ തുടർന്ന് നിലം പുരയിടമാക്കാൻ കലക്ട്രേറ്റിൽ അപേക്ഷ നൽകി. നടപടിക്രമങ്ങൾ തീർത്തു. 2021 ജൂൺ മാസത്തിൽ ഭൂമിയുടെ സ്വഭാവ വ്യതിയാനം നടത്തി പുരയിടമാക്കിയെന്ന് ഔദ്യോഗിക അറിയിപ്പ് വന്നു. ആയതിന്മേൽ ഭൂനികുതിയും അടച്ചു. എന്നാൽ തൊട്ടടുത്ത വർഷം 2022 നികുതി അടച്ചപ്പോൾ ഭൂമി നിലം തന്നെ എന്നായിരുന്നു സർക്കാർ രേഖകളിൽ. അതായത് സ്വഭാവ വ്യതിയാനം വരുത്തിയ ഭൂമി പിന്നെയും പഴയപടിയായെന്ന. ആദ്യം വില്ലേജ് ഓഫീസിലും പിന്നാലെ താലൂക്ക് ഓഫീസിലും സമീപിച്ചു. പക്ഷേ രണ്ടിടത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഓടിച്ചു. വട്ടിയൂർക്കാവ് വില്ലേജ് ഓഫീസർ താൽക്കാലികമായി പേന കൊണ്ട് നികുതി രേഖകൾ എഴുതി ആദ്യം പ്രശ്നം പരിഹരിച്ചു. എന്നാൽ 2023 നികുതി അടച്ചപ്പോഴും ഭൂമി നിലം തന്നെ. സാങ്കേതികമായി പറ്റിയ പിശക് എന്നല്ലാതെ മറ്റൊന്നും ഉദ്യോഗസ്ഥർക്ക് പറയാനില്ല. ഇതോടെ എന്ത് ചെയ്യണമെന്നോ ആരെ സമീപിക്കണമെന്നോ അറിയാത്ത അവസ്ഥയിലാണ് അജയ്. സ്വഭാവ വ്യതിയാനം നടത്തി പുരയിടമായി രേഖകളിൽ കാണപ്പെടുന്നു എന്ന് പറയുന്നു. പക്ഷേ നികുതി അടയ്ക്കുമ്പോൾ ഇത് നിലമായിട്ടാണ് വരുന്നത്. എവിടെയാണ് തെറ്റെന്ന് ഇവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? ഈ ഉദ്യോഗസ്ഥരുടെ അലംഭാവം മൂലം ഇത് കളയാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. കാരണം അങ്ങനെ മാറ്റി കിട്ടിയ ഒരു സാധനം എവിടെയോ ഒരു ചെറിയ മിസ്റ്റേക്കാണ്. ഇത് ഇവർക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തതാണോ അതറിയില്ല. ഒടുവിൽ മുഖ്യമന്ത്രിയുടെ പരാതി പോർട്ടലിൽ പരാതി നൽകി. അതിനു ലഭിച്ച മറുപടി നിലമായിരുന്ന ഭൂമി പുരയിടമാക്കി സ്വഭാവ വ്യതിയാനം വരുത്തി എന്നായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ കണ്ടെത്തലിന് ഒരു കടലാസ് പേപ്പറിന്റെ വില പോലും ഉദ്യോഗസ്ഥർ നൽകുന്നില്ലെന്നാണ് അജയുടെ ആക്ഷേപം. ഇവിടെ തിരുവനന്തപുരം താലൂക്കിലെ കമ്പ്യൂട്ടർ സെൻ്ററിലെ ഉദ്യോഗസ്ഥനെ കാണണമെങ്കിൽ നമ്മൾ രാവിലെ ഓഫീസ് സമയത്ത് പോയി നിന്ന് വൈകുന്നേരം വരെ നിന്ന് ഇടയ്ക്ക് കണ്ടു കിട്ടിയാൽ അവരാണിത് ഹാൻഡിൽ ചെയ്യുന്നത്. അന്ന് നമുക്ക് ലോട്ടറി അടിച്ചാൽ ലോട്ടറി എടുത്താൽ നമുക്ക് ലോട്ടറി അടിക്കും. അത്രയും ഭാഗ്യം ചെയ്യണം. ഇത് എവിടെയാണ് തെറ്റ് വന്നതെന്ന് ഉദ്യോഗസ്ഥന്മാർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ 3 വർഷം കൊണ്ട് പേപ്പർ കൊണ്ട് ഇറങ്ങുവാണ്. ഇതിലിത് ഇപ്പോൾ പല തവണയായിട്ട് ഇവർ റിക്വസ്റ്റ് അങ്ങോട്ട് അയക്കുന്നു, ഇങ്ങോട്ട് അയക്കുന്നു. നിസ്സാര തെറ്റ് എവിടെ കണ്ടുപിടിക്കാൻ പറ്റുന്നതെന്ന് അറിയാൻ ഇവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ ഇനി എവിടെയാണ് പരാതി കൊടുക്കേണ്ടതെന്നോ എവിടെ പോകുന്നതെന്നോ അറിയില്ല. 10 സെന്റ് ഭൂമി തരം മാറ്റിയിട്ട് സർക്കാർ രേഖകളിൽ പഴയതുപോലെ കാണുന്നത് എന്തെങ്കിലും പ്രശ്നമാണോ എന്ന് സംശയം തോന്നുകയാണെങ്കിൽ അതൊരു പ്രശ്നം തന്നെയാണ്. ഒന്ന് ലോൺ എടുക്കുന്നതിനോ അതിലുപരി സർക്കാർ സേവനങ്ങൾക്കായി സമീപിക്കാനോ ഇതൊക്കെ ആവശ്യമാണ്. ഇതേ നികുതിപ്പണം പറ്റുന്ന ഉദ്യോഗസ്ഥർക്ക് പിഴവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ തയ്യാറാകണം. അല്ലാതെ സാധാരണ പൗരന്മാരെ ഇങ്ങനെ ഓഫീസുകൾ കയറ്റി ഇറക്കുകയല്ല വേണ്ടത്. എ.വി. ജയശങ്കർ, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ.